നമസ്കാരം. അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്നുകൊണ്ടിരിക്കുന്ന T20 ലോകകപ്പിന്റെ 9ാം എഡിഷനിൽ മികച്ച ഫോമിലാണ് ടീം ഇന്ത്യ. ഗ്രൂപ്പ് എയിൽ കളിക്കുന്ന ടീം ആദ്യ 3 കളികൾ ജയിച്ച് ഗ്രൂപ്പിൽ നിന്ന് സൂപ്പർ 8-ലെത്തുന്ന ആദ്യ ടീമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതേ ഫോം തുടരുകയാണെങ്കിൽ രണ്ടാം T20 ലോക കിരീടം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എല്ലാവരും. ഇനി സൂപ്പർ 8 കടമ്പയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. 3 കളികളാണ് സൂപ്പർ 8-ലുള്ളത്. 2 ഗ്രൂപ്പുകളായി ടീമുകളെ തിരിച്ചാണ് സൂപ്പർ 8 നടക്കുന്നത്. ഗ്രൂപ്പുകളിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾ സെമി ഫൈനലിന് യോഗ്യത നേടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ കിടിലൻ കളി കെട്ടഴിച്ച ഇന്ത്യക്ക് സൂപ്പർ 8-ൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. കിരീട പ്രതീക്ഷയോടെ എത്തിയിരിക്കുന്ന ടീമും അട്ടിമറി വീരന്മാരും സൂപ്പർ 8-ൽ ഇന്ത്യയെ കാത്തിരിക്കുകയാണ്. സൂപ്പർ 8-ൽ ഇന്ത്യയെ കാത്തിരിക്കുന്ന മത്സരങ്ങളും വെല്ലുവിളികളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സൂപ്പർ 8-ലെ ആദ്യ കളിയിൽ ഏഷ്യൻ സംഘമായ അഫ്ഗാനിസ്ഥാനോടാണ് ടീം ഇന്ത്യയുടെ പോരാട്ടം. ഗ്രൂപ്പ് സിയിൽ കളിച്ച 3 മത്സരങ്ങളിലും ജയം നേടിയാണ് അഫ്ഗാൻ സൂപ്പർ 8 യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളത്. ഉഗാണ്ടയെ 125 റൺസിനും പാപ്പുവ ന്യൂഗിനിയെ 7 വിക്കറ്റിനും തകർത്ത അഫ്ഗാനിസ്ഥാൻ ന്യൂസിലൻഡിനെയും കീഴടക്കിയിട്ടുണ്ടായിരുന്നു. കിരീട പ്രതീക്ഷയുമായി എത്തിയ ന്യൂസിലൻഡിനെ 84 റൺസിനായിരുന്നു അഫ്ഗാൻ തകർത്തത്. കിവീസിനെ വീഴ്ത്തിയ അഫ്ഗാനെ ഇന്ത്യയെ വീഴ്ത്താൻ ആകും എന്നുള്ളത് വ്യക്തമാണ്. അതിനാൽ അവരെ ഇന്ത്യ ശരിക്കും പേടിക്കണം. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള കളിക്ക് ഇന്ത്യ ഒട്ടും എളുപ്പമാകാൻ സാധ്യതയില്ല. ജൂൺ 20-ന് ആണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സൂപ്പർ 8 മത്സരം നടക്കുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ സൂപ്പർ 8 മത്സരത്തിൽ മാത്രമാണ് ഇനിയും വ്യക്തത വരാനുള്ളത്. ഗ്രൂപ്പ് ഡിയിൽ നിന്നും രണ്ടാമത് ഫിനിഷ് ചെയ്യുന്ന ടീമാകും രണ്ടാമത്തെ സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യയുടെ എതിരാളികൾ. നിലവിലെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ബംഗ്ലാദേശ് ഗ്രൂപ്പ് ഡിയിൽ നിന്നും സൂപ്പർ 8-ൽ എത്താനാണ് സാധ്യത. അത്ഭുതങ്ങൾ സംഭവിച്ചാലാകും ബംഗ്ലാദേശിനെ മറികടന്ന് നെതർലൻഡ്സ് ഇന്ത്യയുടെ സൂപ്പർ 8 ഗ്രൂപ്പിലേക്ക് വരുന്നത്. ഇക്കുറി ലോകകപ്പിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി തുടങ്ങിയ ബംഗ്ലാദേശ് ലോക ക്രിക്കറ്റിലെ ഏത് വമ്പന്മാരെയും വീഴ്ത്താൻ കെൽപ്പുള്ള ടീമാണ്. അതിനാൽ അവർക്കെതിരെ കളി വന്നാൽ ഇന്ത്യക്ക് അനായാസം ജയിച്ചു കയറാൻ സാധിക്കില്ല. ജൂൺ 22 ശനിയാഴ്ചയാണ് ഈ കളി നടക്കുന്നത്. ആന്റിഗ്വയിലെ സർ വിവിയൻ റിച്ചാർഡ് സ്റ്റേഡിയമാണ് ഈ പോരാട്ടത്തിന് വേദിയാകുന്നത്. സൂപ്പർ 8-ൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള കളിയായിരിക്കും. ഗ്രൂപ്പ് ബിയിൽ കളിച്ച 3 മത്സരങ്ങളിലും ജയം നേടിയാണ് ഓസ്ട്രേലിയ സൂപ്പർ 8-ൽ എത്തുന്നത്. ആദ്യ കളിയിൽ ഒമാനെ 39 റൺസിന് വീഴ്ത്തിയ ഓസീസ് രണ്ടാമത്തെ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ 36 റൺസിന് തോൽപ്പിച്ചു. നമീബിയക്കെതിരായ 3ാമത്തെ കളിയിൽ 9 വിക്കറ്റിന്റെ കിടിലൻ ജയമാണ് ഓസീസ് നേടിയിട്ടുള്ളത്. നിലവിൽ ബാറ്റിംഗിലും ബോളിംഗിലും ഉജ്ജ്വല ഫോമിലാണ് ഓസ്ട്രേലിയ. ചാമ്പ്യൻ സഖ്യമായ അവർക്കെതിരെ ഇന്ത്യ വിയർക്കാൻ സാധ്യത ഏറെയാണ്. ജൂൺ 24-ന് സെന്റ് ലൂസിയയിലെ ഡാരൻ സമി നാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നടക്കാൻ പോകുന്നത്. മൊത്തം 3 മത്സരങ്ങളാണ്. ജൂൺ 20-ന് അഫ്ഗാനിസ്ഥാനെതിരെ, ജൂൺ 22-ന് ബംഗ്ലാദേശോ നെതർലൻഡ്സിനോ എതിരെ, ജൂൺ 24-ന് ഓസ്ട്രേലിയക്കെതിരെ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.